ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ ഉപ്മാവ്, വെർമിസെല്ലി കൊണ്ടുള്ള ഉപ്മാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാം, കട്ട പിടിക്കാണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെർമിസെല്ലി കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതാ കുറച്ച് ഒരു ചെറിയ സ്പൂണിൽ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ്. അതും ഇതുപോലെ റൗണ്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സബോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയുടെ പച്ചമണം മാറുന്ന വരയ്ക്കും, ഒരു ബ്രൗൺ കളർ ആകുന്ന വരയ്ക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ചെയ്യാട്ടെ എപ്പോഴും. സവോള വഴറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച്, എപ്പോഴും ചെയ്യാറുള്ള പോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തിനാ ഉപ്പ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള വേഗം വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനിടയിൽ കൂടെ നമുക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുവിധം അതിൻ്റെ പച്ചമണക്കം മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഇതും ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ ഒരുവിധം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഒരുവിധം വാടിയിട്ടുണ്ട്. വല്ലാണ്ട് വാടാൻ നിൽക്കണ്ട. ഇനി അതിനുശേഷം നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തത് മതിയാവും. നമ്മളൊരു കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അത്രേ ചേർക്കാറുള്ളൂ. അല്ലെങ്കിൽ അധികം ഉപ്പായി കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ് പോവും. അപ്പോൾ ഞാൻ അത്രേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെർമിസെല്ലി, ഇത് ഓൾറെഡി ഫ്രൈ ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, സേമിയ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സേമിയ ആയിട്ട് വെറുതെ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാം. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്. അത് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ. കുറേശ്ശെ വെള്ളം, ഒരുപാട് ഒഴിക്കരുത്. ചിലത് ഒരുപാട് ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക, അങ്ങനെ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ അത് വേണ്ട. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാമല്ലോ അത് വെന്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മളതിനെ നല്ല നീറ്റായിട്ട് എടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ സേമിയ ഉപ്മാവ് ഇങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണത്. സേമിയ ഉപ്മാവ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കണം, അത് കാരണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ,
വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യണം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ വെള്ളം പോരാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ. അടച്ചു വെച്ചിട്ട് അങ്ങനെ പോവരുത്. ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വെറുതെയായിട്ട് കിട്ടും, ഒന്നും തൊടാണ്ട്. അങ്ങനെ കഴിക്കാനല്ലേ ടേസ്റ്റ്. കട്ടയായിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അതുകൊണ്ടില്ലേ കട്ട പിടിക്കണില്ല. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാണ്ട് നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഇതാ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിച്ചാൽ നല്ലൊരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഞാൻ ഇവിടെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.